നമസ്കാരം. വളരെ ശക്തമായി കമ്മ്യൂണിസത്തെ എതിർക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസത്തെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു രാജ്യവും രക്ഷപ്പെട്ട ചരിത്രമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കമ്മ്യൂണിസത്തെ എതിർക്കുന്നത്. വെസ്റ്റ് ജർമ്മനി, റുമാനിയ, റഷ്യ, അങ്ങനെ ഏത് വേണമെങ്കിലും എടുത്തു നോക്കൂ, കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും രക്ഷപ്പെട്ടിട്ടില്ല. എന്തിന് ഇന്ത്യയിലെ തന്നെ ബംഗാളും ത്രിപുരയും മാത്രം എടുത്തു നോക്കൂ, ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. കേരളത്തിലെ തന്നെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളും ഒക്കെ പൂട്ടിപ്പോയത് ഈ CPM കാരണമാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ന് പറഞ്ഞ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ തലയിൽ വിപ്ലവം കുത്തിവെച്ച് ആ ഒരു തൊഴിൽ സ്ഥാപനം പൂട്ടിക്കും. അതോടുകൂടി തൊഴിലാളികൾക്ക് പണിയില്ലാതാവും. ഇങ്ങനെയാണ് കേരളത്തിൽ ഈ തൊഴിലിടങ്ങൾ ഇവരൊക്കെ പൂട്ടിച്ചിട്ടുള്ളത്. വേറെ മറ്റൊരു പാർട്ടിയും ഒരു തൊഴിലിടങ്ങളും പൂട്ടിച്ച ചരിത്രം എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കിക്കോളൂ. കേരളത്തിൽ ഇത്രയധികം തൊഴിലിടങ്ങൾ പൂട്ടിച്ചത് മുഴുവൻ CPMകാരാണ്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ബോധ്യമായി എന്താണ് കമ്മ്യൂണിസം കേരളത്തിൽ നിലനിന്നാൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തോറ്റ് തുന്നം പാടേണ്ടി വന്നത്. ചരിത്രത്തിൽ ഇത്രയധികം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു തിരഞ്ഞെടുപ്പുമില്ല. പക്ഷേ എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളതാണ്. നാടുനീളെ നടന്ന അക്രമങ്ങൾ നടത്തുന്നു SFIയും DYFIയും. പട്ടി പെറ്റാൽ പോലും ആ പട്ടി എങ്ങനെ ഗർഭിണിയായി, ഏത് പട്ടിയാണ് ആ പട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് സർക്കാർ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നവരാണ്. അതിൻ്റെ ഉത്തരവാദിയും സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നവരാണ് ഇപ്പോൾ DYFIക്കാരൊക്കെ. എവിടെയും എന്തിനും DYFIക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ CPMൻ്റെ പ്രവർത്തന ഫണ്ട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല വീടുകളിലും കയറിയിറങ്ങുകയാണ്. 100 രൂപയുടെയൊക്കെ കൂപ്പണും കൊണ്ട് കയറിയിറങ്ങുകയാണ്. ഈ പ്രവർത്തന ഫണ്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഏതോ അവരുടെ ബ്രാഞ്ച് കമ്മിറ്റിയോ മറ്റോ. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഞാൻ വായിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. അത് ഞാൻ നിങ്ങൾക്കായി കുറച്ച് വായിക്കാം. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞത് അടുത്തൊരു അസഹ്യമാണ്. പിന്നെ അടുത്ത ആൾ പറഞ്ഞിരിക്കുന്നത്, പണിക്ക് പോകുന്നവൻ്റെ കയ്യിൽ നിന്നും കൈയിട്ട് വാരാൻ പണിയില്ലാത്ത കുറേ എണ്ണം ബക്കറ്റുമായി ഇറങ്ങുമെന്ന് വേറൊരാൾ പറയുന്നു. പിന്നൊരുത്തൻ പറഞ്ഞിരിക്കുന്നു, അന്തം കമ്മികൾ പിരിവ് തുടങ്ങി, പോയി ജോലി ചെയ്ത് ജീവിക്കട നായിൻ്റെ മക്കളെ, വല്ല പണിക്കും പോടെ, പണ്ട് പിരിവില്ലാതെ ജീവിതമില്ലാത്ത പാർട്ടി, പോയി പണിയെടുക്കടാ നാറി, പണിയെടുത്ത് തിന്ന്, സമരത്തിനാണോ ഫണ്ട്, തുടങ്ങി പുതിയ പണി, ഇവന്മാർക്കൊരു മാറ്റവുമില്ല എന്നൊക്കെയാണ് ഈ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ. സത്യം പറഞ്ഞാൽ ഇത് വളരെ ചുരുക്കം കമൻറ്റുകളാണ്. അസഭ്യം വിളിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഇതിനു മുമ്പിൽ പറയാൻ കഴിയാത്തത് കൊണ്ട് പറയുന്നില്ല. അല്പമെങ്കിലും ഉടുപ്പുള്ള ആരെങ്കിലും ആണെങ്കിൽ ഈ പാർട്ടിയിൽ പിന്നെ പ്രവർത്തിക്കില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ ഒരു പ്രവർത്തന ഫണ്ടിന് വേണ്ടി ചെന്നിരുന്നു. അപ്പോൾ ആ പ്രവർത്തന ഫണ്ടിൻ്റെ നോട്ടീസ് ഞാനൊന്ന് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർ അയച്ചു തന്നു. അത് ഞാൻ ഒന്ന് വായിക്കാം. CPM പാർട്ടി ഫണ്ട് വിജയിപ്പിക്കുക. രാജ്യത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ ദുർബലപ്പെടുത്തുന്നതിന് ജനങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കുന്ന ഫാസിസ്റ്റ് അജണ്ടകളും അവർ അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനകീയ ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ട് CPIM പ്രവർത്തിക്കുകയാണ്. കർഷക സമരം തൊട്ട് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന യുവജന വിദ്യാർത്ഥി സമരങ്ങൾക്ക് വരെ കരുത്തും പ്രചോദനവുമായി പാർട്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ലേബർ കോഡ് ഉൾപ്പെടെയുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾക്ക് പിന്തുണയായും പാർട്ടിയുണ്ട്. മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാൻ പാർട്ടി നിലകൊള്ളുകയാണ്. ഇത്തരം ജനകീയ ആവശ്യങ്ങൾക്കായി പാർലമെൻറ്റിനകത്തും പുറത്തും ശക്തമായ ഇടപെടലാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലതുപക്ഷ പാർട്ടികൾ പലതും ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള അഴിമതി സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം കണ്ടെത്തുകയാണ്. കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി അവരുടെ ഏജൻസികളായി പ്രവർത്തിക്കുന്ന രീതിയും അവതരിപ്പിക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച ജനകീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് CPIM ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹവാല പോലുള്ള ഇടപാടുകളിലും ഇലക്ടറൽ ബോണ്ടുകളിലും ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടാതെ പോയത്. CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി തൊട്ട് ബ്രാഞ്ചുകൾ വരെയുള്ള ഘടകങ്ങളുടെ പ്രവർത്തനത്തിന് 1 വർഷത്തേക്ക് ആവശ്യമായ ഫണ്ടാണ് ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഘടകങ്ങളെ കൂടി സഹായിക്കുക എന്ന ലക്ഷ്യവും കേരളത്തിലെ ഈ ഫണ്ട് സമാഹരണത്തിനുണ്ട്. വിപുലമായ ജനസമ്പർക്ക പരിപാടിയിലൂടെ ഇത് നടപ്പിലാക്കാനാണ് CPIM ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് 16, 17, 18, 19 തീയതികളിൽ പാർട്ടി പ്രവർത്തകർ ഫണ്ടിനായി സമീപിക്കുമ്പോൾ ഉദാരമായ സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നത് മറ്റാരുമല്ല, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അങ്ങനെയാണ് ഈ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. ഈ നോട്ടീസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ നോട്ടീസിൽ മുഴുവൻ അക്ഷരത്തെറ്റുകളാണ്. ഈ ക്നാപ്പന്മാർ വിചാരിക്കേണ്ടത് ജനങ്ങളുടെ അടുത്ത് പോകുന്നതാണ്. എല്ലാവരും അന്തംഗമികളല്ല, വായിക്കാനറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു നോട്ടീസിൽ ഒരു പിഴവൊക്കെ വരും. പക്ഷേ ഇത് ഒരുപാട് പിഴവുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്,
കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചു. ഇനി ഇവർക്ക് എന്തിനാണ് പാർട്ടി ഫണ്ട്? അല്പമെങ്കിലും തലയ്ക്ക് വെളിവുള്ളവനും മാന്യതയുള്ളവനും മര്യാദയുള്ളവനും ഇനി ഈ പാർട്ടിയിൽ നിൽക്കുമോ? എന്നിട്ടാണ് ഇപ്പോൾ പ്രവർത്തന ഫണ്ടുമായി ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഫണ്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. കഴിഞ്ഞ 10 വർഷങ്ങൾ പിണറായി വിജയൻ്റെ സർക്കാർ എന്താണ് ഇവിടെ ചെയ്തത്? ഇവർ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ. ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയി സമരം ചെയ്യണം പോലും, അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തന ഫണ്ട് കൊടുക്കുന്നത്. അതെന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും സഹായിക്കണം. എന്താ, മറ്റ് സംസ്ഥാനങ്ങളിൽ ജനങ്ങളില്ലേ? അവിടെ പട്ടിയും പൂച്ചയുമാണോ ഉള്ളത്? അവിടെ ജനങ്ങളില്ലേ? അവിടെ എന്തുകൊണ്ട് ജനങ്ങൾ കൊടുക്കുന്നില്ല? അവിടുത്തെ ജനങ്ങൾക്ക് തലയ്ക്ക് വെളിവുണ്ട്, വിവരമുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം. അവർ ഈ പലരും പരിഹസിക്കുന്നുണ്ടല്ലോ, നോർത്ത് ഇന്ത്യൻസ് പല ഗ്രാമങ്ങളിൽ പോലും അവർക്കൊന്നും വിദ്യാഭ്യാസമില്ല, കക്കൂസില്ല, കുളിമുറിയില്ല എന്നൊക്കെ പലരും വിലപിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ ചിന്താശേഷിയുണ്ട്. ആ ചിന്താശേഷി ഉള്ളത് കൊണ്ടാണ് ഈ നശിച്ച പാർട്ടിയെ അവർ അവരുടെ നാടുകളിൽ അടുപ്പിക്കാത്തത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഈ പറയുന്ന ഗുണ്ടാ പാർട്ടിക്ക് ഇനി പിരിവ് നൽകണോ വേണ്ടയോ എന്ന്. പിരിവിന് വരുമ്പോൾ ഇതൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അങ്ങനെയെങ്കിലും ഉളുപ്പുണ്ടായി ഇവന്മാർ ഈ പണി മതിയാക്കി ഒന്ന് പോണെങ്കിൽ പൊയ്ക്കോട്ടെ, ഈ നാടൊന്ന് രക്ഷപ്പെടട്ടെ.